ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ നമ്മൾ ഇന്ന് സാംക്രമിക രോഗങ്ങളും രോഗകാരികളൊക്കെയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. LGSന് വേണ്ടിയിട്ട് സ്പെഷ്യലായി ചെയ്യുന്നു. 10th പ്രിലിംസിനും അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ദേവസ്വം ബോർഡ് പരീക്ഷകളിൽ സയൻസ് ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഇത് പ്രതീക്ഷിക്കാം. പിന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകളിലൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരും. ഇത് നമ്മൾ 10ാം ക്ലാസ്സിൽ നമുക്ക് അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുകൂടി, അതായത് SSCRT-യിൽ നിന്നുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ SCRT ടോപ്പിക്സ് ഉണ്ട്, അല്ലാത്ത പോയിന്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് പരമാവധി കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അകറ്റി നിർത്താം രോഗങ്ങളെ. ഒന്ന്, എയ്ഡ്സിന്റെ അന്താരാഷ്ട്ര പ്രതീകം ചോദിച്ചാൽ അത് ചുവന്ന റിബൺ ആണ്. ചുവന്ന റിബൺ ആണ് എയ്ഡ്സിന്റെ അന്താരാഷ്ട്ര പ്രതീകം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര എയ്ഡ്സ് ദിനം എപ്പോഴാണെന്ന് ചോദിച്ചാൽ December 1 പലർക്കും അറിയാവുന്ന ഒന്നുകൂടിയാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എയ്ഡ്സ് എന്താണെന്ന്, ലോകത്തെ ഭീതിയിലാഴ്ത്തിയ ഒരു രോഗമാണ് എയ്ഡ്സ്. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് എയ്ഡ്സ് എന്ന് പറയുന്ന ആ രോഗത്തിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക, ചിലപ്പോൾ ചോദിക്കാം. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സിന് കാരണമായ വൈറസ്. അപ്പൊ എയ്ഡ്സിന് കാരണമായ വൈറസ് ഏതാണ്? അത് HIV ആണ്. ഏതാണ്? HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് HIV എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്നത് എന്താണ്? ലിംഫോസൈറ്റുകളാണ്. ഈ ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സിന് കാരണമായ HIV വൈറസുകൾ എന്താണ്? പെരുകുന്നു. HIV വൈറസുകൾ പെരുകുന്നു. ഇതുമൂലം ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു. അതായത് ഇത്തരത്തിൽ എന്താണ്, HIV വൈറസ് പെരുകുന്നത് മൂലം നമ്മുടെ ലിംഫോസൈറ്റുകളുടെ എണ്ണം എന്താണ്? ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി എന്ത് ചെയ്യും? തകരാറില്ല. കാരണം രോഗപ്രതിരോധ ശേഷി നൽകുന്നതാണ് ലിംഫോസൈറ്റുകൾ. ഈ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുമ്പോൾ എന്താണ്? രോഗപ്രതിരോധ ശേഷി കുറയും. ഇങ്ങനെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു. ഈ സന്ദർഭത്തിൽ ശരീരത്തെ ബാധിക്കുന്ന ചില രോഗാണുക്കളാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സമയത്താണ് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗാണു ശരീരത്തെ ബാധിക്കുകയും നമ്മുടെ അവസ്ഥയെ മാരകമാക്കുകയും ചെയ്യുന്നത്. ഓക്കെ, HIV ഒരു സാങ്കല്പിക ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് എയ്ഡ്സ് പകരുന്നത് അല്ലെങ്കിൽ HIV പകരുന്നതെന്ന് ചോദിച്ചാൽ, HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ എയ്ഡ്സ് പകരാം. HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ എയ്ഡ്സ് പകരാം. HIV ബാധിതയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് പകരാം. HIV ബാധിതയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് പകരാം. അതുപോലെ തന്നെ HIV ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പങ്കുവയ്ക്കുന്നതിലൂടെ പകരാം. HIV ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പങ്കുവയ്ക്കുന്നതിലൂടെ പകരാം. അതുപോലെ HIV അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെയും പകരാം. HIV അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെയും എന്താണ്? എയ്ഡ്സ് പകരാവുന്നതാണ്. ഇങ്ങനെ 4 രീതിയിൽ നമുക്ക് എയ്ഡ്സ് പകരാവുന്നതാണ് എന്ന് നമ്മുടെ SCRT പാഠപുസ്തകത്തിൽ വ്യക്തമായി തന്നിട്ടുണ്ട്. അടുത്തത് വൈറസ് രോഗങ്ങൾ പകരുന്ന രീതികളാണ്. വൈറസ് രോഗങ്ങൾ എങ്ങനെയാണ് പകരുന്നത് നോക്കാം. ഒന്ന്, ശരീരദ്രവങ്ങളിലൂടെ. അത് എയ്ഡ്സ്, എബോള എന്നിവയാണ്. ശരീരദ്രവങ്ങളിലൂടെ പകരുന്ന വൈറസ് രോഗങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ എയ്ഡ്സും എബോളയുമാണ്. എയ്ഡ്സും എബോളയും. ഇനി വായുവിലൂടെ പകരുന്ന രോഗങ്ങളുണ്ട്. ചിക്കൻ പോക്സ്, സാർസ്. ചിക്കൻ പോക്സ്, സാർസ് എന്നിവ. കൊതുകിലൂടെ പകരുന്നത് ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി. കൊതുകിലൂടെ ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി. ജന്തുക്കളിലൂടെ പേവിഷബാധ. ജന്തുക്കളിലൂടെ പേവിഷബാധ. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും മാരകമായ രോഗം എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും മാരകമായ രോഗമാണ് എയ്ഡ്സ്. നമ്മൾ പറഞ്ഞു അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്നത് ഏതാണ്? അത് ലിംഫോസൈറ്റുകളാണ്. HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. എയ്ഡ്സ് പകരുന്നത് എങ്ങനെയെന്ന് നമ്മളിപ്പോ കണ്ടു. അത് തന്നെ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് ബാക്ടീരിയ രോഗങ്ങൾ പകരുന്ന രീതികൾ. ഇവിടെ ബാക്ടീരിയ മാത്രമല്ല അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ നോക്കുക. ബാക്ടീരിയ രോഗങ്ങൾ പകരുന്ന രോഗങ്ങൾ മലിനജലത്തിലൂടെ പകരുന്നതാണ് കോളറയും ടൈഫോയിഡും. മുറിവിലൂടെ ടെറ്റനസ്. വായുവിലൂടെ ക്ഷയം. അതുകൂടാതെ വായുവിലൂടെ പകരുന്ന മറ്റു രോഗങ്ങൾ എന്ന് ചോദിച്ചാൽ പന്നിപ്പനി, ചിക്കൻ ബോക്സ്, ജലദോഷം, ന്യൂമോണിയ. ഇത് നമ്മുടെ ബാക്ടീരിയ രോഗങ്ങൾ മാത്രമല്ല, വൈറസും വരുന്നുണ്ട് അതിൽ. പക്ഷെ ഇത് ബാക്ടീരിയ രോഗമാണ്. ജന്തുക്കളുടെ സമ്പർക്കം മൂലം ആന്ത്രാക്സ്, പഴകിയ ആഹാരത്തിലൂടെ ബോട്ടുലിസം എന്നിവയാണ് പകരുന്നത്. അതുപോലെ ലൈംഗിക ബന്ധത്തിലൂടെ സിഫിലിസ് എന്നിവ പകരും. ഇപ്പൊ ലൈംഗിക ബന്ധത്തിലൂടെ സിഫിലിസ് പകരും, പഴകിയ ആഹാരത്തിലൂടെ ബോട്ടുലിസം, ജന്തുക്കളുടെ സമ്പർക്കം മൂലം ആന്ത്രാക്സ്, വായുവിലൂടെ ക്ഷയം, പന്നിപ്പനി, ചിക്കൻ ബോക്സ്, ജലദോഷം, ന്യൂമോണിയ, മുറിവിലൂടെ ടെറ്റനസ്, മലിനജലത്തിലൂടെ കോളറ, ടൈഫോയിഡ്. അതുപോലെ പിന്നെ ശരീരദ്രവങ്ങളുടെ എയ്ഡ്സ്, എബോള, വായുവിലൂടെ ചിക്കൻ ബോക്സും സാർസും ഉണ്ട്. പിന്നെ കൊതുകിലൂടെ ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, ജന്തുക്കളിലൂടെ പേവിഷബാധ എന്നിങ്ങനെ പകരുന്നുണ്ട്. അത് പഠിച്ചു വെക്കുക. ഇനി
ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്താണ്? ഡോട്ട്സ്. ഡോട്ട്സ് എന്ന് പറയുന്നത് എന്തിനാണ്? ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ഡോട്ട്സ് എന്ന് പറയുന്നത്. അതിന്റെ മുഴുവൻ പേരാണ് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ്. ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്ന ചികിത്സാ സംവിധാനമാണ് ക്ഷയരോഗ ചികിത്സയ്ക്ക് ലോകമാകെ അംഗീകരിച്ചിരിക്കുന്നത്. രോഗികൾക്ക് ഡോക്ടറുടെയോ ആരോഗ്യ പ്രവർത്തകരുടെയോ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ ആന്റിബയോട്ടിക്കുകൾ മുടങ്ങാൻ നൽകി രോഗം പൂർണ്ണമായി ഇല്ലാതാക്കുന്ന രീതിയാണ് ഡോട്ട്സ് എന്ന് പറയുന്നത്. ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് പാഠപുസ്തകത്തിലുള്ളതാണ്, ചിലപ്പോൾ ചോദിക്കാം. അടുത്തത് ക്ഷയത്തിന്റെ രോഗകാരി ചോദിച്ചാൽ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് മുഖ്യ ലക്ഷണമാണ് ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം, സ്ഥിരമായ ചുമ. ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം, സ്ഥിരമായ ചുമ. രോഗപകർച്ച എന്ന് പറയുന്നത് രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ രോഗാണുക്കൾ വായുവിലേക്കും മറ്റുള്ളവരിലേക്കും വ്യാപിക്കും എന്ന് പറയുന്നത്. മറ്റൊന്ന് രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങളാണ്. ശ്വാസകോശത്തെയാണ് മുഖ്യമായും ക്ഷയം ബാധിക്കുന്നത്, പിന്നീട് ക്ഷയരോഗം ബാധിക്കുന്നത്. പിന്നീട് വൃക്കകൾ, അസ്ഥികൾ, അസ്ഥിസന്ധികൾ, തലച്ചോർ എന്നിവയും ഈ രോഗം ബാധിക്കാറുണ്ട്. ചികിത്സ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ്. ഇനി വാക്സിൻ, ക്ഷയരോഗബാധയെ തുടർന്ന് ഉപയോഗിക്കുന്ന വാക്സിനാണ്, പ്രതിരോധ വാക്സിനാണ് BCG. ഓക്കെ, BCG ബാസിലസ് കാൽമെറ്റ ഗൊറിൻ എന്ന് പറയും. ഓക്കെ, വട്ടച്ചെറി, അത്ലറ്റ്സ് ഫുഡ് എന്നീ രോഗങ്ങൾ ഉണ്ടാകാൻ കാരണം ഫംഗസ് ആണ്. വട്ടച്ചൊറി, അത്ലറ്റ്സ് ഫുഡ് എന്നീ രോഗങ്ങൾ ഉണ്ടാകാൻ കാരണം ഫംഗസ് ആണ്. മലമ്പനി ഉണ്ടാക്കുന്ന സൂക്ഷ്മ രോഗാണുവാണ് പ്രോട്ടോസോവ. മലമ്പനി ഉണ്ടാക്കുന്ന സൂക്ഷ്മ രോഗാണു ഏതാണ്? പ്രോട്ടോസോവ. ഇനി മലമ്പനിയുടെ രോഗകാരിയാണ് പ്ലാസ്മോഡിയം. മലമ്പനിയുടെ രോഗകാരി പ്ലാസ്മോഡിയം. വാഹകർ അനോഫിലസ് പെൺകൊതുകുകളുമാണ്. ആതിഥേയ ജീവി മനുഷ്യനാണ്. ഓക്കെ, മലമ്പനിയുടെ സൂക്ഷ്മ രോഗാണു പ്രോട്ടോസോവയാണ്. എന്നാൽ മലമ്പനിയുടെ രോഗകാരി ചോദിച്ചാൽ അത് പ്ലാസ്മോഡിയമാണ്. വാഹകർ അനോഫിലസ് പെൺകൊതുകുകളാണ്. ആതിഥേയ ജീവി മനുഷ്യരാണ്. ഇനി മുഖ്യ ലക്ഷണങ്ങൾ ചോദിച്ചാൽ വിറയലോട് കൂടിയ പനി, അമിത വിയർപ്പ് എന്നിവയാണ് മുഖ്യ ലക്ഷണങ്ങൾ. അനുബന്ധമായി തലവേദന, ഛർദി, വയറിളക്കം, വിളർച്ച എന്നിവയും ഉണ്ടാകാമെന്ന് മനസ്സിലാക്കുക. ഇനി ജനിതക രോഗത്തിന് ഉദാഹരണമാണ് ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. കൂടാതെ പ്രമേഹമുണ്ട്, ഫാറ്റി ലിവർ, പക്ഷാഘാതം, അമിത രക്തസമ്മർദ്ദം, ഹൃദയാഘാതം. പ്രമേഹം എന്താണ്? ഇൻസുലിന്റെ കുറവോ പ്രവർത്തന വൈകല്യവുമാണ്. ഫാറ്റി ലിവർ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ ഇടയാകുന്നത്. പക്ഷാഘാതം മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത്, രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്. അമിത രക്തസമ്മർദ്ദം കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത്. ഹൃദയാഘാതം ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്. ഇതൊക്കെയാണ് ഈ ഒരു കാരണം. ഈ ഒരു ബോക്സ് കൃത്യമായി പഠിച്ചു വെക്കണം, ചോദ്യം വരും. ഹീമോഫീലിയ ദിനം, ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ അഥവാ ക്രിസ്തുമസ് രോഗം എന്ന് പറയുന്നത്. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ അഥവാ ക്രിസ്തുമസ് രോഗം എന്ന് പറയുന്നത്. ഇനി എന്താണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്? അത് അരിവാൾ രോഗം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഇത് ഹീമോഗ്ലോബിന്റെ ഘടനയാണ് ബാധിക്കുന്നത്. സിക്കിൾ സെൽ അനീമിയ ബാധിക്കുന്നത് ഹീമോഗ്ലോബിന്റെ ഘടനയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി പുകവലിയും ദൂഷ്യഫലങ്ങളുമാണ്. ഒന്ന് പക്ഷാഘാതം, നിക്കോട്ടിനോട് വിധേയത്വം, ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസീമ, ഉയർന്ന രക്തസമ്മർദ്ദം, ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടൽ, പ്രവർത്തനക്ഷമത കുറയലൊക്കെ ഇതിന്റെ ഭാഗമായി വരുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ബോക്സ് ആണ് ചോദിക്കും. അതായത് പുകവലിയുമായി ബന്ധപ്പെടാത്ത ചോദിക്കാം. ഇപ്പൊ എംഫിസീമയും ബ്രോങ്കൈറ്റിസും ശ്വാസകോശ ക്യാൻസർ ഒക്കെ തരാം. ഇതിലില്ലാത്ത ഒന്നുകൂടി തരാം. അതിൽ ഏതാണ് അല്ലാത്തതെന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. ഓക്കെ, ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസീമ, പക്ഷാഘാതം ഒക്കെ അതിന്റെ ദൂഷ്യഫലമാണ്. ഇനി കോശങ്ങൾ അനിയന്ത്രിതമായി പെരുകുമ്പോൾ ഉണ്ടാകുന്ന രോഗം ചോദിച്ചാൽ ക്യാൻസർ ആണ്. എന്താണ്? ക്യാൻസർ ആണ് കോശങ്ങൾ അനിയന്ത്രിതമായി പെരുകുമ്പോൾ ഉണ്ടാകുന്ന രോഗം. അത് അനിയന്ത്രിതമായി കോശങ്ങൾ പെരുകുമ്പോഴാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. ഇനി ജന്തുക്കളിൽ ആന്ത്രാക്സ്, അകിടുവീക്കം തുടങ്ങിയവ ഉണ്ടാകാൻ കാരണമായ സൂക്ഷ്മാണു ബാക്ടീരിയ ആണ്. അതായത് ജന്തുക്കളിൽ ആന്ത്രാക്സ്, അകിടുവീക്കം തുടങ്ങിയവ ഉണ്ടാകാൻ കാരണം ബാക്ടീരിയ ആണ് എന്ന് മനസ്സിലാക്കുക. ജന്തുക്കളിൽ കുളമ്പ് രോഗം ഉണ്ടാകാൻ കാരണം വൈറസ് ആണ്. കുളമ്പ് രോഗം ഉണ്ടാകാൻ വൈറസും, അകിടുവീക്കവും ആന്ത്രാക്സും ബാക്ടീരിയയുമാണ്. ഇനി ബാക്ടീരിയ അതായത് നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം, വഴുതനയിലെ വാട്ടരോഗം, സസ്യരോഗങ്ങളാണ്. നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗത്തിനും വഴുതനയിലെ വാട്ടരോഗത്തിനും കാരണം ബാക്ടീരിയ ആണ്. അതുപോലെ പയറ്, മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗവും വാഴയിലെ കുറുനാമ്പ് രോഗം എന്നിവ വൈറസ് രോഗങ്ങളാണ്. സസ്യങ്ങളിൽ വരുന്ന പയർ, മരച്ചീനി എന്നിവയിൽ വരുന്ന മൊസൈക്ക് രോഗം, വാഴയിലെ കുറുനാമ്പ് രോഗം വൈറസ് ആണ്. കുരുമുളകിന്റെ ദ്രുതവാട്ടവും തെങ്ങിന്റെ കൂമ്പ് ചീയലും ഫംഗസ് രോഗങ്ങളാണ്. കുരുമുളകിന്റെ ദ്രുതവാട്ടവും തെങ്ങിന്റെ കൂമ്പ് ചീയലും ഫംഗസ് രോഗങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഇനി വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് എപ്പിഡമിക് എന്നാണ്. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് പൊതുവെ എപ്പിഡമിക് എന്നറിയുന്നത്. എന്നാൽ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് പാൻഡമിക്.
ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ പാൻഡമിക് ആണ്. ഇനി മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂണോസിസ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് സൂണോസിസ് എന്ന് പഠിച്ചു വെക്കുക. ഇനി തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളാണ്. ലോക ജന്തുരോഗ ദിനമാണ് ജൂലൈ 6. ലോക ജന്തുരോഗ ദിനം ജൂലൈ 6. 2022 ജൂണിൽ തൃശ്ശൂരിൽ സ്ഥിരീകരിച്ച രോഗമാണ് ആന്ത്രാക്സ്. ആന്ത്രാക്സ് 2022 ജൂണിൽ തൃശ്ശൂരിലാണ് സ്ഥിരീകരിച്ച രോഗമാണ് ആന്ത്രാക്സ് എന്ന് മനസ്സിലാക്കുക. ഇനി രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതുമായ രോഗങ്ങളാണ് സാംക്രമിക രോഗങ്ങൾ. അതായത് രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതുമായ രോഗങ്ങളാണ് സാംക്രമിക രോഗങ്ങൾ. സാംക്രമിക രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ക്ഷയം എന്നിവ. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ക്ഷയം. ഇത് മുൻപ് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്, PYQ ആണ് കേട്ടോ, മുൻപ് ചോദിച്ചിട്ടുണ്ട്. ഇനി ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, പൊണ്ണത്തടി, പക്ഷാഘാതം, ഹൃദയരോഗങ്ങൾ, ക്യാൻസർ എന്നിവ. ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, പൊണ്ണത്തടി, പക്ഷാഘാതം, ഹൃദയരോഗങ്ങൾ, ക്യാൻസർ തുടങ്ങിയവ എന്ന് മനസ്സിലാക്കുക. ഇനി സൂണോസിസ് രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് എലിപ്പനി, പ്ലേഗ്, വെസ്റ്റ് നൈൽ പനി എന്നിവ. എലിപ്പനി, പ്ലേഗ്, വെസ്റ്റ് നൈൽ പനി എന്നിവ സൂണോസിസ് രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. 2021 നവംബറിൽ കേരളത്തിലെ വടക്കൻ മേഖലകളിൽ കണ്ടെത്തിയ പുതിയ ഇനം വൈറസാണ് നൊറോ വൈറസ്. 2021 നവംബറിൽ കേരളത്തിലെ വടക്കൻ മേഖലകളിൽ കണ്ടെത്തിയ പുതിയ വൈറസാണ് നൊറോ വൈറസ്. ഏതാണ്? നൊറോ വൈറസ്. ഇനി വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വായുവിലൂടെ പകരുന്നത് ക്ഷയം വായുവിലൂടെ പകരും, വസൂരി, ചിക്കൻ പോക്സ്, അഞ്ചാം പനി, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാർസ്, ജലദോഷം, മുണ്ടിനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ എന്നിങ്ങനെയാണ്. ക്ഷയം, വസൂരി, ചിക്കൻ പോക്സ്, അഞ്ചാം പനി, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാർസ്, ജലദോഷം, മുണ്ടിനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ. ഓക്കെ, ഇങ്ങനെയാണ് വായുവിലൂടെ പകരുന്ന ഒരു രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ക്ഷയമുണ്ട്, വസൂരിയുണ്ട്, ക്ഷയം, വസൂരി, ചിക്കൻ പോക്സ്, അഞ്ചാം പനി, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാർസ്, ജലദോഷം, മുണ്ടിനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ. ഇനി ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളുണ്ട്. ഓക്കെ, ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എയും ഇയും, വയറുകടി, പോളിയോ മൈലിറ്റിസ്, എലിപ്പനി എന്നിവയാണ്. കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ, വയറുകടി, പോളിയോ മൈലിറ്റിസ്, എലിപ്പനി എന്നിവ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ജലം, കോളറ ജലമാണ്, ടൈഫോയിഡ് ജലത്തിലൂടെ, ഹെപ്പറ്റൈറ്റിസ് എ ജലത്തിലൂടെ, വയറുകടി ജലത്തിലൂടെ, പോളിയോ മൈലിറ്റിസ് ജലത്തിലൂടെ, എലിപ്പനി ജലത്തിലൂടെ എന്നിങ്ങനെയാണ് പകരുന്നത്. ഇനി സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് കുഷ്ഠം, എബോള, ചെങ്കണ്ണ്, കോവിഡ്. കുഷ്ഠം, എബോള, ചെങ്കണ്ണ്, കോവിഡ് സമ്പർക്കത്തിലൂടെ. കുഷ്ഠം സമ്പർക്കത്തിലൂടെ പകരും, എബോള സമ്പർക്കം, ചെങ്കണ്ണ് സമ്പർക്കം, കോവിഡ് സമ്പർക്കം. ഇനി ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ്. ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ് എന്നിവയാണ്. അതുപോലെ രോഗാണുബാധിതമായ രക്തം സ്വീകരിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ് എന്നിവ. ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ് എന്നിവ രോഗാണുബാധിതമായ രക്തം സ്വീകരിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ. ഹെപ്പറ്റൈറ്റിസ് ബി അങ്ങനെ പകരും, എയ്ഡ്സും പകരും. അതുപോലെ മൃഗങ്ങൾ പരത്തുന്ന രോഗങ്ങളുണ്ട്. അതാണ് പന്നിപ്പനി, പക്ഷിപ്പനി, മാൾട്ട പനി, കോങ്കോ പനി, നിപ്പ, എബോള. അതായത് പന്നിപ്പനി, പക്ഷിപ്പനി, മാൾട്ട പനി, കോങ്കോ പനി, നിപ്പ, എബോള എന്നിവ എന്താണ്? മൃഗങ്ങൾ പരത്തുന്ന രോഗങ്ങളാണ്. കുരങ്ങുപനിയൊക്കെ വരും. മന്നിപ്പനി, പക്ഷിപ്പനി, മാൾട്ട പനി, കോങ്കോ പനി, നിപ്പ, എബോള എന്നിവ. ഇനി കൊതുക് പരത്തുന്ന കുറച്ചധികം രോഗങ്ങളുണ്ട്, നമുക്ക് നോക്കാം. ഏതാണ് കൊതുക് പരത്തുന്ന ഒരു രോഗമാണ് മന്ത്. പരത്തുന്നത് ക്യൂലക്സ് പെൺകൊതുകുകളാണ്. ക്യൂലക്സ് പെൺകൊതുകുകളാണ് മന്ത് പരത്തുന്നത്. അപ്പൊ മന്ത് ആരാണ്? കൊതുക് പരത്തുന്ന ഒരു രോഗമാണ് മന്ത്. ക്യൂലക്സ് പെൺകൊതുകുകളാണ്. മലേറിയ ആണെങ്കിൽ അനോഫിലസ് പെൺകൊതുകുകൾ. മലേറിയ നമ്മൾ പറഞ്ഞു മലമ്പനി, അനോഫിലസ് പെൺകൊതുകുകളാണ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവ ഈഡിസ് ഈജിപ്തി ആണ്. അതല്ലെങ്കിൽ ഈഡിസ് ആൽബോ പിക്ടസ് എന്നും കൂടി പറയും. ഈഡിസ് ഈജിപ്തി അല്ലെങ്കിൽ ഈഡിസ് ആൽബോ പിക്ടസ് എന്നുകൂടി പറയുന്നുണ്ട്. മഞ്ഞപ്പനി ഈഡിസ് ഈജിപ്തിയാണ്. മഞ്ഞപ്പനി ഈഡിസ് ഈജിപ്തിയാണ്. സിക്ക ഈഡിസ് ഈജിപ്തിയും ഈഡിസ് ആൽബോ പിക്ടസുമാണ്. സിക്കയും ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയയുടെ വിഭാഗത്തിൽ വരുന്നതാണ് ഈ ഒരു സിക്ക വൈറസ് കൂടി. ഇനി ജപ്പാൻ ജ്വരം എന്ന് പറയുന്നത് രോഗാണുവാഹകരായ പലതരം കൊതുകുകളാണ്.
രോഗാണുവാഹകരായ പലതരം കൊതുകുകളാണ് ജപ്പാൻ ജ്വരം പരത്തുന്നത്. പ്ലേഗ് ആണെങ്കിൽ അത് എലിച്ചെള്ളാണ്. പ്ലേഗ് പരത്തുന്നത് എലിച്ചെള്ള്. ടൈഫസ് ആണെങ്കിൽ പേന് ചെള്ള് എന്നിവ ടൈഫസ് പരത്തും. കാല അസർ എന്ന് പറയുന്നത് സാൻഡ് ഫ്ലൈ ആണ് പരത്തുന്നത്. കാല അസർ സാൻഡ് ഫ്ലൈ ആണ് പരത്തുന്നതെന്ന് മനസ്സിലാക്കുക. ഇതാണ് ഈ ഒരു പ്രത്യേകമായി കൊതുകുകളടക്കം പരത്തുന്ന രോഗങ്ങൾ എന്ന് പറയുന്ന മന്തുണ്ട്, മലമ്പനി ഉണ്ട്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി, സിക്ക, ജപ്പാൻ ജ്വരം എന്നിവ അതിലേക്ക് വരുന്നതാണ്. പിന്നെ എലിച്ചെള്ളാണെങ്കിൽ പ്ലേഗ്, ടൈഫസ്, പേന് ചെള്ള് എന്നിവ ടൈഫസ്, സാൻഡ് ഫ്ലൈ, കാലാസർ എന്നിവയാണ്. ഇനി ക്ഷയമാണ്. ക്ഷയം രോഗങ്ങളുടെ രാജാവ് എന്നാണ് ക്ഷയം അറിയപ്പെടുന്നത്. രോഗങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത് ക്ഷയമാണ്. അതിന് കാരണമായ ബാക്ടീരിയ ആണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. നമ്മൾ പറഞ്ഞു മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. ഇത് കണ്ടെത്തിയത് റോബർട്ട് കോച്ച് ആണ്. അതായത് ബാക്ടീരിയ കണ്ടെത്തിയ റോബർട്ട് കോച്ച്, ക്ഷയരോഗ ബാക്ടീരിയ. ഇനി ഇതിന് പേര് നൽകിയത് ജെയൽ ഷോൺലിനാണ്. പേര് നൽകിയിരിക്കുന്നത്. ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ആണ് BCG, ബാസിലസ് കാൽമെറ്റ് ഗോറിൻ. BCG കുത്തിവയ്പ്പ് കുഞ്ഞിന് നൽകേണ്ടതാണ്. കുഞ്ഞ് ജനിച്ച ഉടനെ നൽകേണ്ട കുത്തിവയ്പ്പാണ് BCG കുത്തിവയ്പ്പ് എന്ന് പറയുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന രോഗമാണ് ക്ഷയരോഗം. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന രോഗം ക്ഷയരോഗമാണ്. ഏറ്റവും കൂടുതൽ ക്ഷയരോഗ ബാധിതരുള്ള രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ക്ഷയരോഗ ബാധിതരുള്ള രാജ്യം ഇന്ത്യയാണ് എന്ന് മനസ്സിലാക്കുക. ഏതാണ്? ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ക്ഷയരോഗികൾ ഉള്ളത്. ഇനി ഇതിനുപയോഗിക്കുന്ന ഒരു ആന്റിബയോട്ടിക് ഉണ്ട്. ക്ഷയരോഗത്തിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് ചോദിച്ചാൽ സ്ട്രെപ്റ്റോമൈസിൻ ആണ്. എന്താണ്? സ്ട്രെപ്റ്റോമൈസിൻ. കൃത്യമായി മനസ്സിലാക്കുക. ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് ഏതാണ്? സ്ട്രെപ്റ്റോമൈസിൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ക്ഷയരോഗം ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശമാണ്. കൂടാതെ വൃക്കകൾ, അസ്ഥികൾ, അസ്ഥിസന്ധികൾ, മസ്തിഷ്കം എന്നിവയും ബാധിക്കും. ക്ഷയരോഗ ദിനമാണ് മാർച്ച് 24. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ഒരു രോഗം ചോദിച്ചാൽ അത് ജലദോഷമാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ചോദിച്ചാൽ അത് ജലദോഷമാണ്. ജലദോഷം പലപ്പോഴും നമുക്ക് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ പോലും അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി ജലദോഷത്തിന്റെ ശാസ്ത്രീയ നാമമാണ് നാസോഫാറിൻജൈറ്റിസ് ആണ് ജലദോഷത്തിന്റെ ശാസ്ത്രീയ നാമം. ഇനി പകർച്ചപ്പനിക്ക് കാരണമായ വൈറസ് ആണ് ഇൻഫ്ലുവൻസ വൈറസ്. പകർച്ചപ്പനിക്ക് കാരണമായ വൈറസ് അത് ഇൻഫ്ലുവൻസ വൈറസ് ആണ്. അടുത്തത് ചുമ, തുമ്മൽ എന്നിവയിലൂടെ രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ട് പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ. അതായത് ചുമ, തുമ്മൽ എന്നിവയിലൂടെ രോഗബാധിതരായ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ട് പകരുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള് എന്ന് പറയും. എന്താണ്? ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള് എന്ന് പറയും. മനസ്സിലാക്കുക. ചുമ, തുമ്മൽ എന്നിവയിലൂടെ രോഗബാധിതരായ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരും. അതാണ് ഡിഫ്തീരിയ. ഈ ഡിഫ്തീരിയക്ക് കാരണമായ ബാക്ടീരിയ ചോദിച്ചാൽ കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ എന്ന് പറയും. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്നാണ് ഡിഫ്തീരിയ കാരണമായ ബാക്ടീരിയ രോഗമാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. അതുപോലെ മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്ന രോഗം ചോദിച്ചാൽ അത് ഡിഫ്തീരിയയാണ്. ഏതാണ്? ഡിഫ്തീരിയ. നമ്മൾ പറഞ്ഞു വയറുകടി എന്ന് പറയുന്നത് ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് വയറുകടി. ഈ വയറുകടിക്ക് കാരണമായ പ്രോട്ടോസോവയാണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്നതാണ് വയറുകടിക്ക് കാരണമായ പ്രോട്ടോസോവ. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഇനി വയറിളക്കത്തിന് നൽകുന്ന ഏറ്റവും ലളിതമായ ചികിത്സ ഏതാണ്? അതാണ് ORT, ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പിയാണ് ORT ചികിത്സ എന്ന് പറയുന്നത്. ORS ലായനിയിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം സിട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്. അതായത് ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം സിട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ് എന്നിവയാണ്. ORS വികസിപ്പിച്ചത് ദിലീപ് മെഹൽനോബിസ് ആണ് ORS വികസിപ്പിച്ചത്. അടുത്തത് മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന ബാക്ടീരിയൽ രോഗം, അതാണ് ടൈഫോയിഡ്. മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന ഒരു ബാക്ടീരിയൽ രോഗമാണ് ടൈഫോയിഡ് എന്ന് പറയുന്നത്. മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും, അതാണ് ടൈഫോയിഡ്. ടൈഫോയിഡ് ബാധിക്കുന്ന ശരീരഭാഗങ്ങളാണ് കുടലും രക്തപര്യന വ്യവസ്ഥയും. ടൈഫോയിഡ് ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ ചോദിച്ചാൽ കുടലുണ്ട്, രക്തപര്യന വ്യവസ്ഥ. കുടല്, രക്തപര്യന വ്യവസ്ഥ എന്നിവ ടൈഫോയിഡ് ബാധിക്കുന്ന ശരീരഭാഗങ്ങളാണ്. ഇനി ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ചോദിച്ചാൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ക്ഷയം, കുഷ്ഠം, കോളറ,
ഡിഫ്തീരിയ, ടെറ്റനസ്, പ്ലേഗ്, ന്യൂമോണിയ, വില്ലൻ ചുമ, ടൈഫോയിഡ്, എലിപ്പനി, ആന്ത്രാക്സ്, ചെങ്കണ്ണ്, ബ്രോങ്കൈറ്റിസ്, ഗൊണേറിയ, സിഫിലിസ് എന്നിവ. ക്ഷയം, കുഷ്ഠം, കോളറ. ക്ഷയം, കുഷ്ഠം, കോളറ, ഡിഫ്തീരിയ, ടെറ്റനസ്, പ്ലേഗ്, ഡിഫ്തീരിയ, ടെറ്റനസ്, പ്ലേഗ്, ന്യൂമോണിയ, വില്ലൻ ചുമ, ടൈഫോയിഡ്, ന്യൂമോണിയ, വില്ലൻ ചുമ, ടൈഫോയിഡ്, എലിപ്പനി, ആന്ത്രാക്സ്, എലിപ്പനി, ആന്ത്രാക്സ്, ചെങ്കണ്ണ്, ബ്രോങ്കൈറ്റിസ്, ചെങ്കണ്ണ്, ബ്രോങ്കൈറ്റിസ്, ഗൊണേറിയ, സിഫിലിസ്, ഗൊണേറിയ, സിഫിലിസ് എന്നിവ ഏതാണ്? എയ്ഡ്സ് ഒഴികെയുള്ള ലൈംഗിക രോഗങ്ങൾ രണ്ടും ബാക്ടീരിയ മൂലം വരുന്നു. ക്ഷയം, കുഷ്ഠം, കോളറ ബാക്ടീരിയ മൂലം വരുന്നു. ഡിഫ്തീരിയ, ടെറ്റനസ്, പ്ലേഗ് ക്ഷയം രോഗം വരുന്നു. ന്യൂമോണിയ, വില്ലൻ ചുമ, ടൈഫോയിഡ് ബാക്ടീരിയ മൂലം വരുന്നു. എലിപ്പനി, ആന്ത്രാക്സ്, ചെങ്കണ്ണ്, ബ്രോങ്കൈറ്റിസ് എന്നിവ ബാക്ടീരിയ മൂലം വരുന്നു എന്ന് പഠിച്ചു വെക്കുക. അടുത്തത് വൈറസ് മൂലം ഉണ്ടാകുന്ന ചില രോഗങ്ങളാണ്. ചിക്കൻ പോക്സ്, ഡെങ്കിപ്പനി, എയ്ഡ്സ്, ചിക്കൻ ഗുനിയ, സാർസ്, ജലദോഷം, പോളിയോ, പക്ഷിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, പന്നിപ്പനി, റാബിസ്, എബോള, കുരങ്ങുപനി, മുണ്ടിനീര്, വസൂരി. ഇത്രയുമാണ് വൈറസ് മൂലം ഉണ്ടാകുന്നത്. ചിക്കൻ പോക്സും ചിക്കൻ ഗുനിയും, ചിക്കൻ പോക്സും ചിക്കൻ ഗുനിയും, ഡെങ്കിപ്പനിയും എയ്ഡ്സും, സാർസും ജലദോഷവും, പോളിയോയും പക്ഷിപ്പനിയും, ഹെപ്പറ്റൈറ്റിസ് പന്നിപ്പനി, റാബിസ് എബോള, കുരങ്ങുപനി, മുണ്ടുനീര്, വസൂരി. മുണ്ടുനീര്, വസൂരി. ചിക്കൻ ബോക്സും ചിക്കൻ ഗുനിയും, ഡെങ്കിപ്പനിയും എയ്ഡ്സും സാർസും, ജലദോഷവും പോളിയോയും, പക്ഷിപ്പനിയും പന്നിപ്പനിയും കുരങ്ങുപനിയും, ഹെപ്പറ്റൈറ്റിസും റാബിസും എബോളയും, മുണ്ടുനീരും വസൂരിയും എന്നിങ്ങനെ പഠിച്ചു വെക്കുക. അടുത്തത് വൈറ്റ് പ്ലേഗ്, കോക്ക് ഡിസീസ് എന്നിങ്ങനെ അറിയപ്പെടുന്ന രോഗം ക്ഷയരോഗമാണ്. വൈറ്റ് പ്ലേഗ് എന്നും കോക്ക് ഡിസീസ് എന്നും, വൈറ്റ് പ്ലേഗ് എന്നും കോക്ക് ഡിസീസ് എന്നും അറിയപ്പെടുന്ന രോഗം ചോദിച്ചാൽ അത് ക്ഷയരോഗമാണ്. ഏതാണ്? ക്ഷയരോഗം. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠരോഗമാണ്. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠരോഗം. ഹാൻസൻസ് കുഷ്ഠം. വൈറ്റ് പ്ലേഗ്, കോക്ക്, ക്ഷയം, ഹാൻസൻസ് കുഷ്ഠം. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്നത് ഡിഫ്തീരിയ. എന്താണ്? തൊണ്ടമുള്ള്, ഡിഫ്തീരിയ. റോയൽ ഡിസീസ്, ബ്ലീഡേഴ്സ് ഡിസീസ്, ക്രിസ്തുമസ് രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഹീമോഫീലിയ. റോയൽ ഡിസീസ്, ബ്ലീഡേഴ്സ് ഡിസീസ്, ക്രിസ്തുമസ് രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഹീമോഫീലിയ. ഹൈഡ്രോഫോബിയ എന്ന ജലഭയ രോഗം അറിയപ്പെടുന്നത് പേപ്പട്ടി വിഷബാധയാണ്. ഹൈഡ്രോഫോബിയ എന്ന ജലഭയ രോഗം അറിയപ്പെടുന്നത് പേപ്പട്ടി വിഷബാധ. ബ്ലാക്ക് ജോണ്ടിസ് എന്നറിയപ്പെടുന്ന രോഗം എലിപ്പനി. ബ്ലാക്ക് ജോണ്ടിസ് എന്നറിയപ്പെടുന്ന രോഗം എലിപ്പനി. ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്ന രോഗം എലിപ്പനി. വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം എലിപ്പനി. അതായത് ബ്ലാക്ക് ജോണ്ടിസ്, ലെപ്റ്റോസ്പൈറോസിസ്, വീൽസ് ഡിസീസ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് എലിപ്പനിയാണ്. ബ്ലാക്ക് ജോണ്ടിസ്, വീൽസ് ഡിസീസ്, ലെപ്റ്റോസ്പൈറോസിസ്, എലിപ്പനിയുടെ ആ ഒരു ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ബ്ലാക്ക് ജോണ്ടിസ്, ലെപ്റ്റോസ്പൈറോസിസ്, വീൽസ് ഡിസീസ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് എലിപ്പനിയാണ്. എന്താണ്? എലിപ്പനി. മറ്റൊന്ന് ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന രോഗം മലമ്പനി. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലമ്പനിയാണ്. ബ്രേക്ക് ബോൺ രോഗം എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ്. ബ്രേക്ക് ബോൺ രോഗം ഡെങ്കിപ്പനി. ഡാൾട്ടണിസം എന്നറിയപ്പെടുന്നത് വർണ്ണാന്തത. ഡാൾട്ടണിസം, വർണ്ണാന്തത. ഡാൾട്ടണിസം, വർണ്ണാന്തത. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗാവസ്ഥയാണ് ഉയർന്ന രക്തസമ്മർദ്ദം. എന്താണ്? ഉയർന്ന രക്തസമ്മർദ്ദം. നിശബ്ദ കൊലയാളി, നിശബ്ദമായ കൊലയാളി അല്ലെങ്കിൽ നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗാവസ്ഥയാണ് ഉയർന്ന രക്തസമ്മർദ്ദമാണ്. അതായത് ഹൈ BP ആണ് നിശബ്ദ കൊലയാളി എന്ന് അറിയപ്പെടുന്നത്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമാണ് പ്ലേഗ്. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ് ആണ്. പ്ലേഗ്. മറ്റൊന്ന് പട്ടിണി രോഗം എന്നറിയപ്പെടുന്ന അപര്യാപ്തത രോഗമാണ് മരാസ്മസ്. എന്താണ്? മരാസ്മസ്. പട്ടിണി രോഗം എന്നാണ് മരാസ്മസ് അറിയപ്പെടുന്നത്. ഇതൊരു അപര്യാപ്തത രോഗമാണ്. പട്ടിണി രോഗം എന്നറിയപ്പെടുന്നത് മരാസ്മസ് ആണ്. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗമാണ് സാർസ്. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെട്ട രോഗം സാർസ്. കില്ലർ ന്യൂമോണിയ എന്നാണ് സാർസ് അറിയപ്പെടുന്നത്. അതുപോലെ കുതിരസന്നി എന്നറിയപ്പെടുന്ന രോഗമാണ് ടെറ്റനസ്. കുതിരസന്നി എന്നറിയപ്പെടുന്നത് ടെറ്റനസ് ആണ്. കുതിരസന്നി. അത് ഏത് രോഗത്തിന്റെ നിർണായക ടെസ്റ്റാണ്? ഷിക്ക് ടെസ്റ്റ്. ഡിഫ്തീരിയ രോഗത്തിന്റെ ടെസ്റ്റാണ് ഷിക്ക് ടെസ്റ്റ്. ഷിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ രോഗത്തിന്റെയാണ്. ഷിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ രോഗത്തിന്റെ നിർണായക ടെസ്റ്റ് ആണ്. അടുത്തത് ശരീരത്തിന്റെ ഏതു ഭാഗത്തെയാണ് ഡിഫ്തീരിയ ബാധിക്കുന്നത്? തൊണ്ടയിലാണ്. ശരീരത്തിന്റെ ഏതു ഭാഗത്തെയാണ് ഡിഫ്തീരിയ ബാധിക്കുന്നത്? തൊണ്ടയാണ്. തൊണ്ട. അടുത്തത് ഗൊണേറിയ രോഗം ബാധിക്കുന്നത് ശരീരത്തിലെ ഏത് അവയവത്തെയാണ്? ജനനേന്ദ്രിയങ്ങളെയാണ്. ഗൊണേറിയ രോഗമായ, അതായത് നമ്മുടെ ലൈംഗിക രോഗമായ ഗൊണേറിയ രോഗം ബാധിക്കുന്നത് ശരീരത്തിലെ ഏത് അവയവത്തെയാണ്? ജനനേന്ദ്രിയങ്ങളെയാണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത ജിഞ്ചിവൈറ്റിസ് രോഗം ബാധിക്കുന്ന ശരീരഭാഗം അത് മോണയാണ്. ജിഞ്ചിവൈറ്റിസ് രോഗം ബാധിക്കുന്ന ശരീരഭാഗം മോണയാണ് എന്ന് മനസ്സിലാക്കുക. ഹീമോഫീലിയ ഏതിനം രോഗത്തിന് ഉദാഹരണമാണ്?
ജനിതക രോഗത്തിന് ഉദാഹരണമാണ്. ഹീമോഫീലിയ ജനിതക രോഗത്തിന് ഉദാഹരണമാണ്. ഹീമോഫീലിയ എന്നത് ഏത് ഇനം രോഗത്തിന് ഉദാഹരണമാണ്? ജനിതക രോഗത്തിന് ഉദാഹരണമാണ്. ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്ന ശരീരഭാഗമാണ് കരൾ. ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്ന ശരീരഭാഗം അത് കരളാണ്. ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്നത് കരളിനെയാണ് എന്ന് മനസ്സിലാക്കുക. ശരീരത്തിന്റെ ഏതു ഭാഗത്തെയാണ് പേപ്പട്ടി വിഷം ബാധിക്കുന്നത്? നാഡീവ്യവസ്ഥയെ. അപ്പൊ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒന്നാണ് പേപ്പട്ടി വിഷം. പേപ്പട്ടി വിഷം ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് ത്വക്കിനെയും ഉപരിഭാഗത്തുള്ള നാഡികളെയും ബാധിക്കുന്ന രോഗം അത് കുഷ്ഠരോഗമാണ്. കുഷ്ഠരോഗം എന്തിനാണ്? ത്വക്കിനെയും ഉപരിഭാഗത്തുള്ള നാഡികളെയും ബാധിക്കും. ത്വക്കിനെയും ഉപരിഭാഗത്തുള്ള നാഡികളെയും ബാധിക്കുന്നതാണ് കുഷ്ഠം, കുഷ്ഠരോഗം. അടുത്തത് ഏറ്റവും കുറഞ്ഞ പകർച്ച സാധ്യതയുള്ള പകർച്ചവ്യാധിയാണ് കുഷ്ഠരോഗം. ഏറ്റവും കുറഞ്ഞ പകർച്ച സാധ്യതയുള്ള പകർച്ചവ്യാധിയാണ് കുഷ്ഠരോഗം എന്ന് മനസ്സിലാക്കുക. അടുത്തത് ഏത് രോഗമാണ് ഹിസ്റ്റാമിൻ ടെസ്റ്റിലൂടെ നിർണ്ണയിക്കുന്നത്? കുഷ്ഠരോഗം. കുഷ്ഠരോഗത്തിന്റെ ടെസ്റ്റ് ആണ് ഹിസ്റ്റാമിൻ ടെസ്റ്റ്. ഏതാണ്? ഹിസ്റ്റാമിൻ ടെസ്റ്റ് കുഷ്ഠരോഗത്തിന്റെ നിർണ്ണയിക്കുന്ന ടെസ്റ്റ് ആണ്. ഹിസ്റ്റാമിൻ ടെസ്റ്റ് കുഷ്ഠരോഗം നിർണ്ണയിക്കുന്ന ടെസ്റ്റ് ആണ്. കുഷ്ഠരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് ആണ് സ്ട്രെപ്റ്റോമൈസിൻ. കുഷ്ഠരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് ആണ് സ്ട്രെപ്റ്റോമൈസിൻ. കുഷ്ഠരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് സ്ട്രെപ്റ്റോമൈസിൻ ആണ്. ഇനി ഏത് അവയവത്തിന്റെ രോഗലക്ഷണമാണ് മഞ്ഞപ്പിത്തം? അത് കരൾ. കരൾ എന്ന രോഗത്തിന്റെ ലക്ഷണമാണ് മഞ്ഞപ്പിത്തം. കരളിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. ബിലിറുബിൻ ടെസ്റ്റിലൂടെ നിർണ്ണയിക്കുന്ന രോഗമാണ് മഞ്ഞപ്പിത്തം. ബിലിറുബിൻ ടെസ്റ്റിലൂടെ നിർണ്ണയിക്കുന്ന രോഗം മഞ്ഞപ്പിത്തമാണ്. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ഇനം ചോദിച്ചാൽ H5N1. H5N1 എന്നതാണ് പക്ഷിപ്പനിക്ക് കാരണം. പന്നിപ്പനിക്ക് H1N1. H1N1. ഓക്കെ, ഹിനിപ്പന്നി എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഹിനി H5N1 ഇത് ഒരു കിളിയായി സങ്കല്പിക്കുക. ഓക്കെ, പക്ഷിപ്പനിക്ക് H5N1 പന്നിപ്പനിക്ക് H1N1. ഹിനിപ്പന്നി എന്നങ്ങ് ഓർത്താൽ മതി. അടുത്തത് എലിപ്പനി ബാധിക്കുന്ന അവയവങ്ങൾ കരള്, പ്ലീഹ. എലിപ്പനി ബാധിക്കുന്ന അവയവങ്ങളാണ് കരളും പ്ലീഹയും. കരള്, പ്ലീഹ എന്നിവയാണ് എലിപ്പനി ബാധിക്കുന്നത്. മലമ്പനി ബാധിക്കുന്ന ശരീരഭാഗമാണ് പ്ലീഹ. മലമ്പനി ബാധിക്കുന്നത് പ്ലീഹയിലാണ്. എലിപ്പനിയിലാണെങ്കിൽ കരളിലും ഉണ്ട് പ്ലീഹയിലും ബാധിക്കും. മലമ്പനി പ്ലീഹയാണ്. അടുത്ത ഏത് രോഗത്തിന്റെ സങ്കീർണമായ അവസ്ഥയാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ? അത് മലമ്പനിയുടെ സങ്കീർണമായ അവസ്ഥയാണ്. മലമ്പനിയുടെ സങ്കീർണമായ അവസ്ഥയാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് പറയുന്നത്, മലമ്പനി. അടുത്തത് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കുറയുന്ന നേത്രരോഗമാണ് മാലക്കണ്ണ്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കുറയുന്ന നേത്രരോഗം അത് മാലക്കണ്ണാണ്, മാലക്കണ്ണ്. അടുത്തത് ഏത് രോഗത്തിന്റെ നിർണയത്തിനായി നടത്തുന്നതാണ് റോസ് ബംഗാൾ ടെസ്റ്റ്? മാലക്കണ്ണിന്റെ നിർണയത്തിനായി, മാലക്കണ്ണ് രോഗത്തിന്റെ നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റാണ് റോസ് ബംഗാൾ ടെസ്റ്റ്. റോസ് ബംഗാൾ ടെസ്റ്റ് മാലക്കണ്ണ് എന്ന് പഠിച്ചു വെക്കുക. അടുത്തത് പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുക, രക്തസമ്മർദ്ദം താഴുക എന്നിവ ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്? ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണ്. പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുക, രക്തസമ്മർദ്ദം താഴുക. പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുക, രക്തസമ്മർദ്ദം താഴുക എന്നിവ ഡെങ്കിപ്പനിയുടെ ലക്ഷണമാണ്. ഡെങ്കിപ്പനി ബാധിക്കുന്നത് പ്ലീഹ. മലമ്പനി, ഡെങ്കിപ്പനി, എലിപ്പനി എന്നിവ പ്ലീഹയെ ബാധിക്കും. എലിപ്പനി എന്നാണ് കരളിനെ കൂടി ബാധിക്കുമെന്ന് മനസ്സിലാക്കുക. അടുത്തത് ടൂർണിക്കറ്റ് ടെസ്റ്റ് ഏത് രോഗത്തിന്റെ സ്ഥിരീകരണത്തിനായി നടത്തുന്നു? ഡെങ്കിപ്പനിയുടെ സ്ഥിരീകരണത്തിന്. ടൂർണിക്കറ്റ് ടെസ്റ്റ് ഡെങ്കിപ്പനിയുടെ സ്ഥിരീകരണത്തിനായി നടത്തുന്നതാണ്. ടൂർണിക്കറ്റ് ഡെങ്കിപ്പനിയുടെ സ്ഥിരീകരണം. അടുത്തത് ഇൻസുലിൻ ഹോർമോണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് മെലിറ്റസ്. ഇൻസുലിൻ ഹോർമോണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഡയബറ്റിസ് മെലിറ്റസ്. പ്രമേഹമാണ്, പ്രമേഹം. അടുത്തത് ഏത് രോഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ് നാസോഫാരിഞ്ചൈറ്റിസ്? ജലദോഷം. ജലദോഷം. ഏത് രോഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ് നാസോഫാരിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്? ജലദോഷത്തിന്റെയാണ്. ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ജലദോഷം ബാധിക്കുന്നത്? ശ്വസന വ്യവസ്ഥയെ. ശരീരത്തിന്റെ ശ്വസന വ്യവസ്ഥയാണ് ജലദോഷം ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി പ്രാഥമിക വർണ്ണങ്ങൾ. പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ ചുവപ്പ്, നീല, പച്ച. പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ ചുവപ്പ്, നീല, പച്ച. ഇവ തിരിച്ചറിയാൻ കഴിയാത്ത കണ്ണിനെ ബാധിക്കുന്ന ജനിതക രോഗമാണ് വർണ്ണാന്ധത. അതായത് പ്രാഥമിക വർണ്ണങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത കണ്ണിനെ ബാധിക്കുന്ന ജനിതക രോഗമാണ് വർണ്ണാന്ധത എന്ന് പറയുന്നത്. വർണ്ണാന്ധത. അടുത്തത് കാലാ അസർ എന്ന രോഗത്തിന് കാരണം ഏത് സൂക്ഷ്മജീവിയാണ്? പ്രോട്ടോസോവയാണ്. കാലാ അസർ എന്ന് പറയുന്ന രോഗത്തിന് കാരണം പ്രോട്ടോസോവയാണ് എന്ന് മനസ്സിലാക്കുക. എലീസ, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എന്നിവ ഏത് രോഗവുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളാണ്? എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളാണ്. എലീസ, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, നേവ ടെസ്റ്റ് ഒക്കെ ഉണ്ട്. നേവ ടെസ്റ്റ് ഒക്കെ ഏതാണ്? എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളാണ്. അടുത്തത് ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്ന മാരക രോഗമാണ് എയ്ഡ്സ്. ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്ന മാരക രോഗം അത് എയ്ഡ്സ് ആണ് എന്ന് മനസ്സിലാക്കുക. കേരളത്തിലെ ആദ്യത്തെ എയ്ഡ്സ് കേസ് റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് പത്തനംതിട്ട. കേരളത്തിലെ ആദ്യത്തെ എയ്ഡ്സ് കേസ് റിപ്പോർട്ട് ചെയ്ത ജില്ല പത്തനംതിട്ടയാണ് എന്ന് മനസ്സിലാക്കുക.
അൽഷിമേഴ്സ് അഥവാ സ്മൃതിനാശക രോഗം ശരീരത്തിന്റെ ഏതു ഭാഗത്തെ ബാധിക്കുന്നതാണ്? മസ്തിഷ്കത്തെ ബാധിക്കുന്നതാണ്. അൽഷിമേഴ്സ് അഥവാ സ്മൃതിനാശക രോഗം ശരീരത്തിന്റെ ഏതു ഭാഗത്തെ ബാധിക്കുന്നു? മസ്തിഷ്കത്തെ ബാധിക്കുന്നു. അടുത്തത്, ആഹാരത്തിലെ ഏതു പോഷകത്തിന്റെ കുറവ് മൂലമുള്ള രോഗാവസ്ഥയാണ് അനീമിയ അഥവാ വിളർച്ച? ആഹാരത്തിലെ ഏതു പോഷകത്തിന്റെ കുറവ് മൂലമുള്ള രോഗാവസ്ഥയാണ് അനീമിയ അഥവാ വിളർച്ച? ഇരുമ്പിന്റെ കുറവ് മൂലമുള്ള വരുന്നതാണ് അനീമിയയും വിളർച്ചയും. ക്യാൻസർ ബാധിക്കാത്ത അവയവം ചോദിച്ചാൽ ഹൃദയമാണ്. ക്യാൻസർ രോഗം ബാധിക്കാത്ത അവയവമാണ് ഹൃദയം. ക്യാൻസർ ബാധിക്കാത്ത അവയവം ഹൃദയമാണ് എന്ന് മനസ്സിലാക്കുക. ബയോപ്സി ടെസ്റ്റ് ഏത് രോഗത്തിന്റെ നിർണയത്തിനായി നടത്തുന്നതാണ്? ക്യാൻസർ. ബയോപ്സി ടെസ്റ്റ് ഏത് രോഗത്തിന്റെ നിർണയത്തിനായി നടത്തുന്നതാണ്? ക്യാൻസർ രോഗത്തിന്റെയാണ്. മെലനോമ എന്ന ഇനം ക്യാൻസർ ഏത് അവയവത്തെ ബാധിക്കുന്നതാണ്? ത്വക്ക്. മെലനോമ എന്ന ഇനം ക്യാൻസർ ഏത് അവയവത്തെ ബാധിക്കുന്നതാണ്? ത്വക്കിനെ ബാധിക്കുന്നതാണ്. ഗർഭാശയകള ക്യാൻസറിന്റെ നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ്. ഗർഭാശയകള ക്യാൻസറിന്റെ നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത്, സ്തനാർബുദം തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റാണ് മാമോഗ്രഫി. സ്തനാർബുദം തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റ് മാമോഗ്രഫിയാണ്. മാമോഗ്രഫി. അടുത്തത്, കോളറ രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങളാണ് ആമാശയം, ചെറുകുടൽ എന്നിങ്ങനെ. കോളറ രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ ആമാശയവും ചെറുകുടൽ. കോളറ ബാധിക്കുന്നത് ആമാശയത്തെയും ചെറുകുടലിനെയുമാണ് എന്ന് മനസ്സിലാക്കുക. അത്ലറ്റ്സ് ഫുട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവിയാണ് ഫംഗസ്. അത്ലറ്റ്സ് ഫുട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഫംഗസ് ആണ്. അടുത്ത്, DPT വാക്സിനിലൂടെ തടയപ്പെടുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. ഡിഫ്തീരിയ, വില്ലൻ ചുമ അതാണ് പെർട്ടൂസിസ്. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് അതാണ് DPT വാക്സിൻ. ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. അടുത്തത്, വൈഡാൽ ടെസ്റ്റ് ഏത് രോഗത്തിന്റെ നിർണയത്തിനായി നടത്തുന്നതാണ്? ടൈഫോയിഡ്. വൈഡാൽ ടെസ്റ്റ് ഏത് രോഗത്തിന്റെ നിർണയത്തിനായി നടത്തുന്നതാണ്? ടൈഫോയിഡിന്റെ നിർണയമാണ്. അടുത്തത്, ടൈഫോയിഡ് രോഗം ബാധിക്കുന്ന ശരീരഭാഗമാണ് കുടൽ. ടൈഫോയിഡ് രോഗം ബാധിക്കുന്ന ശരീരഭാഗം കുടലാണ് എന്ന് മനസ്സിലാക്കുക. ഹൃദയവാൽവുകൾക്ക് തകരാറുണ്ടാക്കുന്ന രോഗമാണ് വാതപ്പനി. ഹൃദയവാൽവുകൾക്ക് തകരാറുണ്ടാക്കുന്ന രോഗം അത് വാതപ്പനിയാണ്. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനം തകരാറിലാക്കുന്ന രോഗാവസ്ഥയാണ് പാർക്കിൻസൺസ്. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനം തകരാറിലാകുന്ന രോഗാവസ്ഥ ചോദിച്ചാൽ അത് പാർക്കിൻസ് ആണ്. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനമാണ് പാർക്കിൻസൺസ് രോഗം കൊണ്ട് തകരാറിലാകുന്നത്. ഇനി പ്ലേഗിന്റെ രോഗാണുവാഹകരാണ് എലിച്ചെള്ള്. നമ്മൾ പറഞ്ഞു പ്ലേഗിന്റെ രോഗാണുവാഹകർ എലിച്ചെള്ളാണെന്ന്. പോളിയോ രോഗം ശരീരത്തിന്റെ ഏതു ഭാഗത്തെയാണ് പ്രധാനമായും ബാധിക്കുക? നാഡീവ്യവസ്ഥ. പോളിയോ ശരീരത്തിന്റെ ഏതു ഭാഗത്തെ പ്രധാനമായും ബാധിക്കുന്നു? നാഡീവ്യവസ്ഥയാണ്. ഏതാണ്? നാഡീവ്യവസ്ഥ. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജൊനാസ് ഇ സാൽക്ക് ആണ്. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജൊനാസ് ഇ സാൽക്ക്. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിൻ. ഓറൽ പോളിയോ വാക്സിൻ ആൽബർട്ട് സാബിൻ ആണ്. സോറിയാസിസ് രോഗം ബാധിക്കുന്ന ശരീരഭാഗമാണ് ത്വക്ക്. സോറിയാസിസ് രോഗം ബാധിക്കുന്ന ശരീരഭാഗം ത്വക്കാണ്. പയോറിയ രോഗം ശരീരത്തിന്റെ ഏതു ഭാഗത്തെ ബാധിക്കുന്നു? മോണ. പയോറിയ രോഗം ബാധിക്കുന്നത് മോണയാണ്. പയോറിയ രോഗം മോണയെ ബാധിക്കുന്നു. അടുത്തത്, ഏത് രോഗത്തിന്റെ പ്രധാന ലക്ഷണമാണ് വായ തുറക്കാൻ കഴിയാത്ത അവസ്ഥയായ ലോക്ക് ജോ? ലോക്ക് ജോ എന്ന് പറയുന്നത് ടെറ്റനസിന്റെ പ്രധാന ലക്ഷണമാണ്. ഏത് രോഗത്തിന്റെ പ്രധാന ലക്ഷണമാണ് വായ തുറക്കാൻ കഴിയാത്ത അവസ്ഥയായ ലോക്ക് ജോ? ടെറ്റനസിന്റെ പ്രധാന ലക്ഷണമാണ് ലോക്ക് ജോ എന്ന് പറയുന്നത്. ടെറ്റനസ് രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങളാണ് പേശികളും സന്ധികളും. ടെറ്റനസ് രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ പേശികളും സന്ധികളുമാണ്. അടുത്ത, ട്രക്കോമ രോഗം ശരീരത്തിന്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? കണ്ണിനെയാണ്. ട്രക്കോമ രോഗം ബാധിക്കുന്നത് കണ്ണിനെയാണ് എന്ന് മനസ്സിലാക്കുക. കണ്ണിനെയാണ് ട്രക്കോമ രോഗം ബാധിക്കുന്നത്. മറ്റൊന്ന്, കുരങ്ങുപനി അഥവാ കാസന്നൂർ ഫോറസ്റ്റ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കർണാടകയാണ്. കുരങ്ങുപനി അഥവാ കാസന്നൂർ ഫോറസ്റ്റ് രോഗം. കാസന്നൂർ ഫോറസ്റ്റ് രോഗം എന്നുകൂടി കുരങ്ങുപനിക്ക് പേരുണ്ടെന്ന് മനസ്സിലാക്കുക. ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് കർണാടകയിലാണ്. ഇനി കുറച്ച് ദിനങ്ങളാണ്. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28. ലോക കുഷ്ഠരോഗ നിവാരണ ദിനം ജനുവരി 30. ലോക കുഷ്ഠരോഗ നിവാരണ ദിനം ജനുവരി 30. ലോക മലേറിയ ദിനം ഏപ്രിൽ 25. മലമ്പനി എന്നുകൂടി പറയും. ലോക മലേറിയ ദിനം ഏപ്രിൽ 25. ലോക പ്രമേഹ ദിനം നവംബർ 14. ലോക പ്രമേഹ ദിനം നവംബർ 14. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ലോക പോളിയോ ദിനം ഒക്ടോബർ 24. ലോക പോളിയോ ദിനം ഒക്ടോബർ 24. ലോക പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ 11. ലോക പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ 11. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ലോകാരോഗ്യ ദിനം
ഏപ്രിൽ 7. ലോക കൊതുക് ദിനം ഓഗസ്റ്റ് 20. ലോക കൊതുക് ദിനം ഓഗസ്റ്റ് 20. 2022 ഏപ്രിലിൽ എലിപ്പനി രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് മൃത്യുഞ്ജയം. എന്താണ് മൃത്യുഞ്ജയം? 2022 ഏപ്രിലിൽ എലിപ്പനി രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ചതാണ് ഒരു ക്യാമ്പയിൻ മൃത്യുഞ്ജയം. കേരളത്തിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയാണ് പത്തനംതിട്ട. കേരളത്തിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ടയാണ്. മന്ത് രോഗത്തിന് കാരണമായ വിര ഫൈലേറിയൽ വിരയാണ്. മന്ത് രോഗത്തിന് കാരണമായ വിരയാണ് ഫൈലേറിയൽ വിര. മലേറിയ പരത്തുന്ന രോഗാണുവാണ് പ്ലാസ്മോഡിയം. മലേറിയ പരത്തുന്ന രോഗാണു പ്ലാസ്മോഡിയം. ചിക്കൻ ഗുനിയ രോഗത്തിനെതിരെയുള്ള ലോകത്തിലെ ആദ്യത്തെ വാക്സിനാണ് ഇക്സ് ചിക്ക്. ചിക്കൻ ഗുനിയ രോഗത്തിനെതിരെയുള്ള ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ ഇക്സ് ചിക്ക്. ചിക്കൻ ഗുനിയ ചിക്ക് എന്നങ്ങ് ഓർക്കുക. കേരളത്തിൽ ആദ്യമായി കോഴിക്കോട് ജില്ലയിൽ നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 2018 മെയ് 19. കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് കോഴിക്കോട് ജില്ലയിലാണ് റിപ്പോർട്ട് ചെയ്തത്. അത് 2018 മെയ് 19. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കേരളം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളം. നിപ്പ വവ്വാലിൽ നിന്നാണ് വരുന്നതെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഏകദേശം പറഞ്ഞിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ആദരം ലഭിച്ച മലയാളി നഴ്സാണ് ലിനി പുതുശ്ശേരി. നിപ്പയുടെ പരിചരണത്തിനിടെ മരണപ്പെട്ട വ്യക്തിയാണ് ലിനി പുതുശ്ശേരി. ലോകാരോഗ്യ സംഘടനയുടെ ആദരം ലഭിച്ചിട്ടുണ്ട്. നിപ്പ വൈറസ് പ്രതിരോധത്തിനായി ഉപയോഗിക്കുന്ന വാക്സിനുകളാണ് റിബാവൈറിനും ക്ലോറോക്യൂനും. നിപ്പ വൈറസ് പ്രതിരോധത്തിനായി ഉപയോഗിക്കുന്ന വാക്സിനുകൾ റിബാവൈറിനും ക്ലോറോക്യൂനുമാണ്. 2023 സെപ്റ്റംബറിൽ നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ലയാണ് കോഴിക്കോട്. 2023 സെപ്റ്റംബറിലും നിപ്പ കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗമാണ് സിക്ക. 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗം സിക്കയാണ്. സിക്ക വൈറസ് കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ച സ്ഥലം പാറശാലയാണ്. സിക്ക വൈറസ് കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് പാറശാലയാണ്. ടൂർണിക്കറ്റ് ടെസ്റ്റ് ഏത് രോഗനിർണയ ടെസ്റ്റാണ്? ഡെങ്കിപ്പനിയാണ്. ടൂർണിക്കറ്റ് ഡെങ്കിപ്പനി. അടുത്തത് ബാക്ടീരിയ നോക്കാം. ബാക്ടീരിയയുടെ കോളറയുടെ ആണ് അത് വിബ്രിയോ കോളറയാണ്. വിബ്രിയോ കോളറ ആണ് കോളറ. ക്ഷയം മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ് രോഗകാരിയാണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ്. കുഷ്ഠത്തിന്റെ രോഗകാരി മൈക്കോബാക്ടീരിയം ലെപ്രെ. കുഷ്ഠം മൈക്കോബാക്ടീരിയം ലെപ്രെ. ടെറ്റനസ് ആണെങ്കിൽ ക്ലോസ്ട്രിഡിയം ടെറ്റനി. ടെറ്റനസ് ക്ലോസ്ട്രിഡിയം ടെറ്റനി. ഡിഫ്തീരിയ കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. ടൈഫോയിഡ് സാൽമോണല്ല ടൈഫി. ടൈഫോയിഡ് സാൽമോണല്ല ടൈഫി. വില്ലൻ ചുമ ബോർഡറ്റെല്ല പെർട്ടൂസിസ്. വില്ലൻ ചുമ ബോർഡറ്റെല്ല പെട്രൂസിസ്. പ്ലേഗ് യെർസീനിയ പെസ്റ്റിസ്. പ്ലേഗ് യെർസീനിയ പെസ്റ്റിസ്. എലിപ്പനി ലെപ്റ്റോസ്പൈറ ഇക്ട്രോഹെമറേജിയ. ലെപ്റ്റോസ്പൈറ ഇക്ട്രോഹെമറേജിയാണ് എലിപ്പനി. ഗൊണേറിയ നിസേറിയ ഗൊണേറിയ. നിസേറിയ ഗൊണേറിയ. സിഫിലിസ് ട്രിപ്പോനിമ പലീഡം. ട്രിപ്പോനിമ പലീഡം. ആന്ത്രാക്സ് ബാസിലസ് ആന്ത്രാസിസ്. ബാസിലസ് ആന്ത്രാസിസ്. തൊണ്ടകാറൽ സ്പെക്ട്രോകോക്കസ്. തൊണ്ടകാറൽ സ്ട്രെപ്റ്റോകോക്കസ്. സ്ട്രെപ്റ്റോകോക്കസ്. ഭക്ഷ്യവിഷബാധ സാൽമോണല്ല സ്റ്റെഫൈലോകോക്കസ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. സാൽമോണല്ല സ്റ്റൈഫോലോകോക്കസ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിസം. ഡിസെന്ററി ഷിഗല്ലം. ഡിസെന്ററി ഷിഗല്ലം. സ്പോട്ടഡ് ഫീവർ റിക്കറ്റ്സിയ റിക്കറ്റ്സി. റിക്കറ്റ്സിയ റിക്കറ്റ്സിയാണ് സ്പോട്ടഡ് ഫീവർ എന്ന് പറയുന്നത്. ഇതാണ് ബാക്ടീരിയ രോഗവും രോഗാണുക്കളും എന്ന് പറയുന്നത്. രോഗകാരിയും എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പഠിച്ചു നോക്കണം. അടുത്തത് വൈറസ് ആണ്. എയ്ഡ്സ് HIV ആണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ചിക്കൻ ബോക്സ് ആണെങ്കിൽ വേരിസെല്ല സോസ്റ്റർ വൈറസ്. വേരിസെല്ല സോസ്റ്റർ വൈറസ്. സ്മോൾ പോക്സ് വേരിയോള വൈറസ്. സ്മോൾ പോക്സ് വസൂരി വേരിയോള വൈറസ്. ജലദോഷം റൈനോ വൈറസ്. ജലദോഷം ഏതാണ്? റൈനോ വൈറസ്. മീസിൽസ് റുബിയോള വൈറസ്. മിസിൽസ് റുബിയോള വൈറസ്. മോർബിലി വൈറസ് എന്ന് പറയും. ചിക്കൻ ഗുനിയ വൈറസ് ആൽഫ വൈറസ് ആണ്. ചിക്കൻ ഗുനിയ വൈറസ് ആൽഫ വൈറസ് കൂടിയാണ്. പോളിയോ മൈലറ്റിസ് പോളിയോ വൈറസ്. പോളിയോ വൈറസ്. പേ വിഷബാധ റാബിസ് വൈറസ്. സ്ട്രീറ്റ് വൈറസ് എന്നും ലിസ വൈറസ് എന്നും കൂടി പറയുന്നുണ്ട്. അരിമ്പാറ ഹ്യൂമൻ പാപ്പിലോ വൈറസ്. പാപ്പിലോമ വൈറസ്. അരിമ്പാറ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഡെങ്കിപ്പനി ഫ്ലാവി വൈറസ്. ഫ്ലാവി വൈറസ്. സാർസ് കൊറോണ വൈറസ് 1. പന്നിപ്പനി H1N1 വൈറസ്. ഹിനി വൈറസ്. പക്ഷിപ്പനി H5N1 വൈറസ്. മുണ്ടിനീര് പാരാമിക്സോ വൈറസ്. മുണ്ടിനീര് എന്ന് പറയുന്നത് പാരാമിക്സോ വൈറസ് ആണ്. എബോള വൈറസ്. നിപ്പ വൈറസ്. വെസ്റ്റ് നൈൽ പനി വെസ്റ്റ് നൈൽ വൈറസ്. കുരങ്ങ് പനി KFT വൈറസ്. കുരങ്ങ് പനി KFT വൈറസ്. വസൂരി വേരിയോള വൈറസ്. വസൂരി വേരിയോള വൈറസ്. പകർച്ചപ്പനി ഇൻഫ്ലുവൻസ വൈറസ്. COVID-19 സാർസ് കൊറോണ വൈറസ് 2. സാർസ് കൊറോണ വൈറസ് 2. ഇതാണ് നമുക്ക് വൈറസുമായി ബന്ധപ്പെട്ടത് പറയാൻ. ലോകകാരികളെ കുറിച്ച് പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കൃത്യമായും ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒരു 2-3 തവണ നിങ്ങൾ വായിച്ചു നോക്കുക. ഒരു തവണയെങ്കിലും വീഡിയോ ഒന്നുകൂടെ കാണുക.
അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പിന്നെ ഒരു PDF കൂടി നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഈ 2 PDF കൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി വരുന്ന എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുപോലുള്ള മറ്റ് ക്ലാസ്സുകൾക്കൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സപ്പോർട്ട് ചെയ്തിട്ട് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുക. കമന്റുകളാണ് നമുക്ക് വീണ്ടും വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ള ഒരു ആവേശം എന്ന് പറയുന്നത്. കമന്റും ലൈക്കും കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ഫ്രീ ക്ലാസ്സുകളൊക്കെ ചെയ്യാനുള്ള ആവേശം കൂടും. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിലുള്ള ക്ലാസ് പരീക്ഷകളിലൊക്കെ അപേക്ഷിക്കുന്നവരാണെങ്കിൽ അവർക്ക് കൂടി വീഡിയോസ് ഒന്ന് സജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്